എന്താ വോട്ട് അർഹത എല്ലാവർക്കും കൊടുക്കും. അത് എന്റെ പേഴ്സണൽ ചോയ്സ്. ഇല്ല, അതൊക്കെ നമ്മുടെ നീ ഇവിടെ വന്നിരുന്നേ. എന്നാ നീ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വിളിച്ചു പറഞ്ഞേ. ഓക്കെ അല്ലേ? ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പൊങ്കാലയ്ക്ക് ശേഷം അന്നാരാജനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. അന്ന് പൊങ്കാലയ്ക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടൊക്കെ വന്ന് വലിയ കോലാഹലം സൃഷ്ടിച്ച ഒരു നടിയാണ് അന്നാരാജൻ. അതിനൊക്കെ ശേഷം പുള്ളിക്കാരി എയറിൽ നിന്നൊന്നും പതുക്കെ താഴോട്ട് വന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അന്നാരാജൻ എത്തിയിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് രീതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ കഴുത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലീവേജ് ഒക്കെ നന്നായിട്ട് കാണാം. അപ്പോൾ ഈ മീഡിയക്കാർ ഉണ്ടല്ലോ, ചുറ്റിനും ഉണ്ടാകുമല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം വിമർശനങ്ങളൊക്കെ കിട്ടിയല്ലോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ അന്നാരാജൻ്റെ ഒരു നടപ്പ്. എന്നാലും അതിനെ കുറച്ച് വീഡിയോ ഒന്ന് കാണാം. He started it for sharing his knowledge and perspective. Also expressed by heartfelt thanks to Mr. Askar Hassan. I would like to extend our heartfelt gratitude to family members of the managing director. ആരെങ്കിലും അനുകൂലിക്കണ്ടോ? ആരെങ്കിലും അനുകൂലിക്കണ്ടോ? ആരെങ്കിലും അനുകൂലിക്കണ്ടോ? അടുത്ത പടം നോക്കിയിട്ട് അടുത്ത ഇനോഗ്രേഷൻ ആരെങ്കിലും അനുകൂലിക്കണ്ടോ? എനിക്കറിയാം നമ്മുടെ നാടും നമ്മളും എല്ലാവരും കൂടെ ഒരു പ്രതിസന്ധിയിലാണ്. ഗ്യാസിന്റെ പ്രശ്നം, യുദ്ധം ഒരു സൈഡില്. അപ്പോ എല്ലാം തരണം ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. എന്റെ വീട്ടിലും ഗ്യാസ് തീർന്നു. അപ്പോ അതെന്താന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. അപ്പൊ എന്തായാലും എല്ലാം റെഡിയാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് അന്ന. എന്താ വോട്ട് അർഹത എല്ലാവർക്കും കൊടുക്കും. അത് എന്റെ പേഴ്സണൽ ചോയ്സ്. ഇല്ല, അതൊക്കെ നമ്മുടെ നീ ഇവിടെ വന്നിരുന്നേ. എന്നാ നീ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വിളിച്ചു പറഞ്ഞേ. അപ്പൊ കണ്ടല്ലോ നമ്മുടെ അന്നാരാജന്റെ പുതിയ മേക്കപ്പും മേക്ക് ഓവറൊക്കെ കണ്ടല്ലോ. പുറകില് ജനൽപ്പാളി പോലെയാണ് ഇരിക്കുന്നത്. കാരണം എന്തൊക്കെയോ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോസ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഒരു സ്കേർട്ടും ബ്ലൗസും ആണെങ്കിൽ പോലും അറിയാം അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് കുറച്ച് ബോറാണ്. കഴുത്ത് നന്നായിട്ട് ഇറങ്ങിയതാണ് അറിയാവുന്നത് കൊണ്ട് തന്നെ പൊത്തി പിടിച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത്. ഇതിനു മുന്നേ ഇനാഗ്രേഷൻ ഒന്നും വരുമ്പോൾ ഇതുപോലെ പൊത്തി പിടിക്കത്തില്ലായിരുന്നു. പക്ഷെ ഈ പൊങ്കാലയ്ക്ക് വന്നതിന് ശേഷം നല്ല രീതിയിൽ ആൾക്കാരെടുത്ത് പൊങ്കാല ഇട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇതുപോലെയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊരു നാണക്കേടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പൊത്തിയൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ പൊത്തി പിടിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മളൊരു ഡ്രസ്സ് ഇടുവാണെങ്കിൽ അത് ഇടുമ്പോൾ അതിന്റെ കഴുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇടുമ്പോൾ തന്നെ അറിയത്തില്ലേ. അത്ര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് അങ്ങോട്ട് ഇടാതിരുന്നാൽ പോരെ. ഇത് ഇടുകയും വേണം. എന്നിട്ട് അത് ഇങ്ങനെ പൊത്തി പിടിച്ചേക്കുക. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇവരുടെ സ്വന്തം ശരീരം കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതുപോലെ ഇനാഗ്രേഷൻ ഒക്കെ വിളിക്കുന്ന സമയത്ത് ഇവര് മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിച്ചാൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവരെയൊന്നും പിന്നെ ആരും വിളിക്കത്തില്ല. അതേസമയം ഇതുപോലെ കുറച്ച് ഹോട്ട് ലുക്കില് അല്ലെങ്കിൽ എക്സ്പോസ് ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ചാൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇനിയും ആൾക്കാർ ഇവർ ഇനാഗ്രേഷന് വേണ്ടി വിളിക്കും. കാരണം ഇവരെ പോലുള്ളവർ ഉദ്ഘാടനത്തിന് വരുന്നു എന്നറിയുമ്പോൾ ആള് കൂടുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഹണി റോസ്, അന്നാരാജൻ, മാളവിക ഇവരെ പോലെയുള്ളവരെയൊക്കെ ഇതുപോലുള്ള ഇനാഗ്രേഷൻസിന് മാത്രം വിളിക്കുന്നത്. അല്ലാതെ ഈ ഹണി റോസിനെയൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇപ്പൊ കാണുന്നുണ്ട്? ഏതോ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നു എന്ന് പറയുന്നതല്ലാതെ ഇറങ്ങി നമ്മളാരും കണ്ടില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ അന്നാരാജൻ. ഇവരെ ഒന്നും സിനിമയിലൊന്നും ഇപ്പൊ കാണാനില്ല. പകരം ഇതുപോലുള്ള ഇനാഗ്രേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരിപാടിക്ക് മാത്രമാണ് ഇവരെ കാണുന്നത്. കാണുമ്പോഴോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് എവിടെയൊക്കെ എക്സ്പോസ് ചെയ്യാവോ അവിടെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ടായിരിക്കും ഇവർ വരുന്നത്. പക്ഷെ പണി കിട്ടിപ്പോയത് പൊങ്കാലയ്ക്കാണ്. പൊങ്കാലയ്ക്ക് ഇത്രത്തോളം എയറിലായി പോകുമെന്ന് ഈ പറയുന്ന അന്നാരാജൻ വിചാരിച്ച് കാണത്തില്ല. കാരണം അത്രത്തോളം ആൾക്കാർ എടുത്തു വെച്ച് അലക്കിന്ന് വേണം പറയാൻ. കാരണം അർഹതപ്പെട്ടതാണ്. ഇതുപോലുള്ള ഇനാഗ്രേഷൻസിന് വരുന്ന രീതിയിലുള്ള വേഷം കെട്ടി
പൊങ്കാല ഇടാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വെച്ചേക്കുവോ? നല്ല രീതിയിലെടുത്ത് ആൾക്കാർ എടുത്ത് വെച്ച് അലക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും 1-2 വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു പൊങ്കാല വിഷയത്തില് ഈ പറയുന്ന അന്നാരാജൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ കാരണം എൻ്റെ ഒരു പൊങ്കാല വീട് കാരണം കുറെ യൂട്യൂബുകാര് ചാനൽ തുടങ്ങി സക്സസ് ആയി. ഒരുപാട് സന്തോഷമുണ്ട് മാഡം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടീമിനെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. ആണോ? നിങ്ങൾക്ക് വരുമാനം ഉണ്ടായി? അതിന്റെ ഒരു ശതമാനം വീട്ടില് തന്നാൽ ഞങ്ങളൊക്കെ. എന്തായാലും അന്നാരാജൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പൊങ്കാലയുടെ വീഡിയോ ഒക്കെ ഒരുപാട് യൂട്യൂബർമാർ ചെയ്തു, അത് ചെയ്ത് നല്ല രീതിയിൽ സക്സസ് ആയി, യൂട്യൂബ് ചാനലൊക്കെ സക്സസ് ആയി എന്നൊക്കെ അറിഞ്ഞു. അപ്പൊ കിട്ടുന്നതിനകത്തുനിന്ന് വരുമാനം കുറച്ച് എനിക്കും കൂടെ തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ അന്നാരാജൻ പറയുന്നത്. നാണമുണ്ടോ ഇത് പറയാനായിട്ട്? സ്വന്തമായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കാം, ആൾക്കാർ പറയാൻ പാടില്ല. ഇതുപോലെയൊക്കെ ഇനാഗ്രേഷൻ വരുന്ന സമയത്ത് ഇവർ പ്രദർശിപ്പിക്കുന്നത് പോട്ടെ, ഇതുപോലെയുള്ള പുണ്യമായിട്ടുള്ള, അതും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വളരെ വ്രതശുദ്ധിയോടുകൂടി വന്ന് ചെയ്യുന്ന ഒരു ചടങ്ങാണ് പൊങ്കാല എന്ന് പറയുന്നത്. അവിടെയൊക്കെ വന്നിട്ട് ഇമാതിരി വേഷം കെട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ എങ്ങനെ എടുത്തു വെച്ച് ഇതിനെയൊക്കെ നെഗറ്റീവ് പറയാതിരിക്കുമെന്ന് പറ. അതോ ഈ അന്നാരാജനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള മീഡിയക്കാർ മൊത്തം അന്നാരാജന്റെ ചുറ്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക, ഇനാഗ്രേഷന് പോകുന്ന പോലെ അല്ല, ഇതുപോലുള്ള ചടങ്ങുകളിലൊക്കെ ചെല്ലുമ്പോൾ അമാതിരി വേഷം കെട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ അടിച്ചു ഓടിക്കും. എന്തായാലും ആദ്യത്തെ പൊങ്കാലയായിരുന്നു, അത് തന്നെ ഒരു 1.5 പൊങ്കാലയായിരുന്നു. ഇനി അടുത്ത വർഷം ആ പരിസരത്തോട്ട് അടുപ്പിക്കത്തില്ല. കാരണം ഇമാതിരി വേഷം കെട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഉശിരുള്ള സ്ത്രീകളുണ്ട്, അടിച്ച് പരക്കം വായിക്കും. അന്നാരാജൻ മാത്രമല്ല, കുറെ അധികം സീരിയൽ നടിമാരും സിനിമാ നടിമാരും ഒരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് മാത്രം പൊങ്കാല ഇടാൻ പോകുന്നവരുണ്ട്. അതേസമയം എത്രയോ സ്ത്രീകൾ, അമ്മമാരൊക്കെ അതിൻ്റെതായ രീതിക്ക് വ്രതം നോറ്റ്, നോമ്പ് നോറ്റ് ആ ഒരു ചടങ്ങ് ചെയ്യുന്നവരുണ്ട്. ഈ സീരിയൽ നടിമാരും സിനിമാ നടിമാരും ഒക്കെ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, കുറച്ച് പേര് അങ്ങനെ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ചെല്ലുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് അന്നാരാജന്റെ കാര്യമാണ്. അന്നാരാജൻ അങ്ങനെ പൊങ്കാലയുടെ ആ ഒരു വിഷയമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്തൊരു ഇനാഗ്രേഷൻ എത്തിയിരിക്കുകയാണ്. പുതുമയോടുകൂടിയാണ് ഇനാഗ്രേഷൻ എത്തിയത്. പൊത്തിപ്പിടിച്ചാണ് മീഡിയക്കാരുടെ മുന്നിലൊക്കെ നടക്കുന്നത്. ഇങ്ങനെ പൊത്തിപ്പിടിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടത് എന്തിനാണ്? മാന്യമായിട്ടുള്ള രീതിയിൽ ഉള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും പൊത്തിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ? അല്ലാതെ നമ്മൾ ഇതിന് എന്താ പറയേണ്ടത്? നമുക്ക് അന്നരാജൻ വന്നിട്ടുണ്ട്, വളരെ സന്തോഷം. നമുക്ക് അന്നരാജൻ വന്നിട്ടുണ്ട്, നമുക്ക് വെൽക്കം ചെയ്യാം. I invite Miss Sabina A to the stage. എന്നെ പോലുള്ള ട്രെയിനേഴ്സിന് സത്യസന്ധമായി സംസാരിക്കണം. എന്നോട് ക്ഷമിക്കണം കേട്ടോ കൃഷ്ണദാസ്. നല്ലൊരു മുഹൂർത്തമാണ്. അദ്ദേഹത്തിന്റെ ഇടപ്പള്ളിയിലെ എറണാകുളത്തെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്ന മഹിതമായ ഈ വേദിയിൽ വെച്ച് ചില സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ വയ്യ.